ഹലോ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് 31 ജനുവരിയിലെ ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് 2 മീൻസ് ഈവനിങ് സെഷന്റെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ക്വസ്റ്റ്യന്. ഫസ്റ്റ് ചോദിച്ചുള്ളത് S8 സോളിഡ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ അണ്ടർ ആൽക്കലൈൻ കണ്ടീഷൻ ടു ഫോം S2- ആൻഡ് S2O3-. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, ശ്രദ്ധിക്കാം. സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടുള്ളത് S8 എന്ന് പറയുന്ന കമ്പോണന്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയം മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് OH-. അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നത് മക്കളെ? ഒന്ന് S2- ആയിട്ട് മാറി, പ്ലസ് പിന്നെ ഉണ്ടാവുന്നത് ഏതാണ്? S2O3 ആയിട്ട് മാറി, പ്ലസ് ഉണ്ടാവുന്ന മറ്റൊരു കോമ്പോണന്റ് എന്താണ്? നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നോക്കണം. റിഡോക്സിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് നോക്കണം. ടോട്ടൽ 8 സൾഫർ മോളിക്യൂൾസ് ഇവിടെ വേണം. ടോട്ടൽ 8 വരുന്നെങ്കിൽ ഇവിടെ 4 ഞാൻ ഇട്ടു, ഇവിടെ ഞാൻ എന്ത് ഇട്ടു? 2 ഇട്ടു. ടോട്ടൽ 8 സൾഫർ ആയി. ടോട്ടൽ 6 വാട്ടർ മോളിക്യൂൾ വരുമ്പോൾ ഇവിടെ 6 എന്ത് വരും? H2O എന്ന് വരും. 6 H2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 12 OH- എന്ന് വരും. ഈസ് ഇറ്റ് റൈറ്റ്? സോ ഇതൊരു ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ആണ്, കൺഫേം ആണ്. കാരണം ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ഇവിടെ 2- ആയി. ഇനി S2O3 2- വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഓക്സിജൻ എന്ന് പറയുന്ന കമ്പോണന്റ് എന്തായിട്ട് മാറും? -2 ആണ്. ഇവിടെ X കൊടുത്തു കഴിഞ്ഞാൽ 2x - 6 is equal to -2. That is 2x is equal to 4. X is equal to 2 എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പറിലോട്ട് എത്തി. സോ ഇവിടെ പ്ലസ് 0യിൽ നിന്ന് -2 ആയിട്ട് മാറുന്നുണ്ട്. അതേസമയം ഇവിടെ എന്തുണ്ട്? +2 ആയിട്ട് മാറുന്നുണ്ട് അല്ലെ? സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. സോ അത് ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. ഇസ് ഇറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് ClO4-. ClO4- വരുന്ന സമയത്ത് അവിടെ ഓക്സിജൻ -2 ആണ്, ക്ലോറിൻ X കൊടുത്തു കഴിഞ്ഞാൽ X - 8 is equal to -1. X is equal to -1 + 8 ഇവിടെ +7. മക്കളെ, ക്ലോറിൻ അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +7 എത്തി. ഒരു ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +7 എത്തി കഴിഞ്ഞാൽ ഇനി അതിന് ഫർദർ എന്തേ സംഭവിക്കുള്ളൂ? റിഡക്ഷനേ സംഭവിക്കുള്ളൂ. അതിന് എന്തില്ല? ഓക്സിഡേഷൻ ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോയിങ് എ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ. അത് ഒരു ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷനും റിഡക്ഷനും കാണിക്കുമ്പോഴല്ലേ ഒരാൾ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ കാണിക്കുക. ക്ലോറിൻ ഓൾറെഡി അതിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാ. അപ്പൊ അതിന് ഇനി എന്തുണ്ടാകുന്ന പറയാൻ പറ്റത്തില്ല. ഒരു ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞത് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ആണ്. ഞാൻ പറയുന്നു ഇത് ക്യാൻ അണ്ടർഗോ എന്നുള്ളത് തെറ്റാണ്. കനോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് വരുന്ന ഓപ്ഷൻ 1 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഈസ് ഇറ്റ് റൈറ്റ്? ഈസ് ഇറ്റ് ക്ലിയർ? പ്യൂർലി നമുക്കൊരു NCERT ബേസ് ചെയ്ത് ഒരു ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പി ബ്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഡോക്സുമായിട്ട് റിലേറ്റ് ചെയ്യാം. കാരണം പി ബ്ലോക്കിൽ നമുക്ക് സൾഫറിന്റെയും ക്ലോറിന്റെയും ഒക്കെ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ വി ആർ സ്റ്റഡിയിങ് ഇൻ റിഡോക്സ് റിയാക്ഷൻ. ആ റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എ കോമ്പൗണ്ട് ഒരു സിംഗിൾ എലമെന്റിന്റെ അത് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻസ് എന്ന് പറയാ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 2 ഒരിക്കലും ക്ലോറിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇനി ഓക്സിഡേഷൻ ഇല്ല, ദർ ഈസ് റിഡക്ഷൻ ഓൺലി. സോ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോയിങ് ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ. ബട്ട് സൾഫർ S8 മോളിക്യൂൾ 0 ആണ്. അതിൽ നിന്ന് നെഗറ്റീവ് ആവുന്നുണ്ട്, പോസിറ്റീവ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ഇറ്റ് വിൽ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 2 ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ. സോ യുവർ ഓപ്ഷൻ 1 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഈസ് ഇറ്റ് ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.